ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് ഞങ്ങൾ മധുര വരെ പോകുന്ന ഒരു ട്രാവലിംഗ് വീഡിയോ ആണ്. അങ്ങനെ ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. രാത്രി 10:30 അപ്പം 10:30 പറഞ്ഞ ബസ്, പക്ഷേ ബസ് വന്നത് 11:30 ആയപ്പോഴത്തേക്കാണ്. നമ്മൾ KSRTC എൻക്വയറി നടത്തിക്കൊണ്ട് തന്നെ അവർ വന്നോണ്ട് സ്റ്റോപ്പിൽ നിർത്തിയോണ്ട് നമ്മൾ അന്വേഷിച്ചു. അങ്ങനെ നമുക്ക് ബസ് കിട്ടി. നമ്മൾ ബസ്സിൽ യാത്ര ആരംഭിച്ചു. നല്ല തണുപ്പും മൂടൽമഞ്ഞുമായിരുന്നു. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഏകദേശം 4 മണിയായപ്പോൾ തന്നെ മധുര സ്റ്റാൻഡിലെത്തി. അപ്പം പിള്ളേരും എല്ലാം ഉറക്കമായതുകൊണ്ട് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് നമ്മളവിടെ നിന്ന് ദിണ്ടുക്കലിന് ബസ് കയറി. ദിണ്ടുക്കൽ വന്ന് നമ്മൾ ഇറങ്ങി. അവിടെ ഒരു റൂം എടുത്തു. നമ്മൾ അരമണിക്കൂർ കൊണ്ട് എല്ലാവരും ഫ്രഷായി. അങ്ങനെ ഓട്ടോയിൽ അവിടെ ദിണ്ടുക്കൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പുണ്ട്. ദിണ്ടുക്കൽ ബിരിയാണി കഴിക്കുന്നൊരു ഷോപ്പുണ്ട്. അവിടത്തേക്കാണ് യാത്ര. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ നമ്മൾ കയറി. അവിടെ പൂരി മസാലക്കറി ആയിരുന്നു. അടിപൊളി. എന്നാൽ തമിഴ്നാട്ടിൽ അങ്ങനെയുള്ള ഫുഡ്, ഇഡ്ഡലി, ദോശ അങ്ങനെയൊക്കെയുള്ള ഫുഡുകൾ അടിപൊളി ടേസ്റ്റാണ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ കയറി. അടിപൊളി ബസ്സാണ്, നോക്കി. വളരെ തിരക്കൊന്നുമില്ല. അവിടെ ഓരോ മിനിറ്റ് ഇടവിട്ടും ബസ്സാണ്. ബസ് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ വയ്യാത്ത ബസ്. അങ്ങനെ നമ്മൾ മധുര സ്റ്റാൻഡിലെത്തി. അവിടെ നമ്മൾ തമിഴ്നാട്ടിൽ വന്നിട്ട് മുല്ലപ്പൂ മേടിക്കാതെ പോകുന്നത് മോശമല്ലേ. അങ്ങനെ നമ്മൾ മുല്ലപ്പൂ വാങ്ങി. അടിപൊളി. ഇത് മുല്ലപ്പൂ അല്ല, ഇത് പിച്ചിപ്പൂവാണേ. മുല്ലപ്പൂ അല്ല, പിച്ചിപ്പൂ. ഒരു പ്രായമായ അമ്മ വിൽക്കുന്നതുകൊണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ദിണ്ടുക്കൽ ബിരിയാണി കഴിക്കാനായിട്ട് ഒരു ചോട്ടോ ചേട്ടനോട് ചോദിച്ചു. ചേട്ടൻ 2 ചേട്ടന്മാർ അപ്പോഴത്തേന് നമ്മളെ കൊണ്ടുപോകാമെന്നും പറഞ്ഞുകൊണ്ട് ദിണ്ടുക്കൽ ബിരിയാണിയുള്ള ഷോപ്പിലോട്ട് കൊണ്ടുപോവാണ്. അങ്ങനെ അവിടെ ചെന്നു. ഇലയിട്ടെല്ലാവരും ബിരിയാണി, അവർ 2 പേരും ദിണ്ടുക്കൽ ബിരിയാണി, മട്ടൻ ബിരിയാണി ഓർഡർ ചെയ്തു. ഞാൻ നാട്ടുകോഴി ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. പറയാതിരിക്കാൻ വയ്യ. ആ ടേസ്റ്റ് നമ്മുടെ നാട്ടിലെ ബിരിയാണിയെക്കാട്ടിലും വെറൈറ്റി ബിരിയാണിയാണ്. അത് കഴിച്ചാൽ നമുക്ക് ഒരു മടുപ്പോ പിന്നെ ബിരിയാണി സാധാരണ കഴിച്ചാൽ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. പക്ഷേ ഇത് അങ്ങനെയൊന്നുമല്ല. അടിപൊളി ഫുഡാണ്. കഴിക്കാൻ പറ്റുന്നവർ മാക്സിമം പോയി കഴിക്കുക തന്നെ വേണം. തമിഴ്നാട്ടിലെ ആ ബിരിയാണി, ദിണ്ടുക്കൽ ബിരിയാണി സൂപ്പർ ടേസ്റ്റാണ്. ഇത് കഴിക്കാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ദിണ്ടുക്കൽ മധുര ചെന്നിട്ട് ദിണ്ടുക്കൽ പോയി ബിരിയാണി കഴിക്കാൻ വേണ്ടി മാത്രം പോയത്. പക്ഷേ യാത്ര അടിപൊളിയായിരുന്നു. തമിഴ്നാട്ടിൽ യാത്രയൊക്കെ സൂപ്പറാണ്. അങ്ങനെ നമ്മൾ അടുത്ത ട്രെയിനിൽ പോകാമെന്ന് ഓർത്തു. റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ്. പക്ഷേ ട്രെയിനില്ല, വൈകിട്ടേ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മുടെ നാട്ടിലെ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് അടിപൊളി. ഇത് കണ്ട റെയിൽവേ സ്റ്റേഷൻ നമുക്ക് പറയാൻ പറ്റിയില്ല. അങ്ങനെ നെക്സ്റ്റ് ബസ് നമ്മൾ കയറി. നമ്മൾ അവിടെ നിന്ന് മധുരയിൽ നിന്ന് കുമളിക്ക് ബസ് കയറി. നമ്മൾ കുമളി വന്നപ്പോഴത്തേനും നമുക്കൊരു മാനന്തവാടി സൂപ്പർ ഡീലക്സ് ബസ് കിട്ടി. അടിപൊളി. അതിലൊരു റീലൊക്കെ പാസ്സാക്കി ഞാൻ സയാമോനും. അങ്ങനെ ഞങ്ങൾ 26 മൈലിന് ടിക്കറ്റ് എടുത്തു. അന്നുകൊണ്ട് ഞങ്ങളുടെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.